വയലിൻ തന്ത്രികളിൽ ഔസേപ്പച്ചൻ മീട്ടിയ ആ പഴയ മധുരനൊബരത്തിന്റെ ഈണം സാക്ഷിയാക്കി മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി ആ പ്രഖ്യാപനം അങ്ങ് നടത്തി. കാതോട് കാതോരം കേൾവി പരിമിതിയുള്ള നിർധനരായവർക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പുതിയ ജീവകാരുണ്യ പദ്ധതിക്കാണ് കൊച്ചിയിൽ തുടക്കമായത്. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് കാതോട് കാതോരം പദ്ധതി പ്രാബല്യത്തിലാക്കുന്നത്. ഫൗണ്ടേഷന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അർഹരായവർക്ക് വലിയ തുക ചെലവ് വരുന്ന ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി നൽകും. 16 വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ആശയങ്ങൾ, വിവിധ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനൊരു ഭാഗമാകുന്നത്. ഞാനിതിൽ ചേർന്നതിനല്ല, എന്നെ ഇതിൽ ചേർത്തതിനാണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇത്രയും ആളുകളുടെ സ്നേഹാദരങ്ങൾ ഞാൻ അർഹിക്കുന്ന തരത്തിലല്ലെങ്കിലും പോലും എനിക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്കൊന്നിനും കിട്ടില്ല. ചെയ്ത് നോക്കിയാലേ അറിയൂ. ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കപ്പെട്ട ആൾ സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും. അയാൾ നമ്മളോട് നന്ദി കാണിക്കാതിരിക്കുക അയാളുടെ ഇഷ്ടം. പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും. പൂർവികം, ഹൃദ്യം, ആശ്വാസം, വാത്സല്യം പദ്ധതികൾക്ക് ശേഷം മമ്മൂട്ടിയുമായി ചേർന്ന് വീണ്ടും ഒരു മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകുന്നതിൽ വലിയ ആത്മസംതൃപ്തിയുണ്ടെന്ന് രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു. കൊച്ചിയിൽ നടന്ന വാർഷികാഘോഷ പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ജനം, കൊച്ചി.